Good morning. From this class onwards, we will be discussing a new module called particle accelerators. So particle accelerators, as you know, are accelerators are devices or machines that are used to accelerate charged particles to very high velocities so that such particles can be used for high energy nuclear experiments. As we have already discussed, we studied that the nuclear properties can be determined by nuclear scattering experiments, and for a nuclear reaction to occur, a high energy particle should collide with the nucleus to overcome the electrostatic repulsion. The incoming particle should have a very high velocity, and for nuclear fusion, fission, and also other nuclear reactions. അപ്പോൾ അങ്ങനെയൊക്കെ ഈ എല്ലാ കേസിലും a very high energetic particle should bombard with the nucleus. അപ്പം ഈ അത്രയും ഹൈലി എനർജറ്റിക് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ MEV ഓഫ് എനർജിയാണ്. അപ്പം വെരി ഹൈ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഉള്ളൂ ഇത്തരം ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പാർട്ടിക്കിൾസിനെ ഈ ഹൈ എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന ഡിവൈസസിനെയാണ് we call it as particle accelerators. Now actually there are two basic classes of accelerators, electrostatic and electromagnetic accelerators. Electrostatic accelerators, as the name suggests, use static electric fields. So a constant potential difference is used to accelerate particles. The most common types are Cockcroft-Walton generator and the Van de Graaff generator. ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും. ഹൗ ദ ആക്സിലറേഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അച്ചീവ്ഡ് ഇൻ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഈ പേപ്പറിൽ വി വിൽ ബി ഡിസ്കസിങ് ഓൺലി ദ ഇലക്ട്രോമാഗ്നറ്റിക് ആക്സിലറേറ്റേഴ്സ്, ദറ്റ് ഈസ് ഫ്രം ലീനിയർ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഓൺവേർഡ്സ്. So the achievable kinetic energy for particles in these devices is determined by the accelerating voltage. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടാണ്, അതായത് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇവിടെ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഒരു ഹൈ എനർജി, ഒരു മില്യൺസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് എനർജിയിലേക്ക് പാർട്ടിക്കിൾസിനെ കൊണ്ടുപോകണമെങ്കിൽ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും എനർജി റേഞ്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ we should have a very high potential difference for this static electric field. അത് എന്തായാലും തീർച്ചയായിട്ടും അത് it will be very difficult to achieve such a high potential difference, and it is also very dangerous to maintain such high potential differences. So അതിന് പകരമായിട്ട് അതിൻ്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് we are using the electromagnetic accelerators or electrodynamic accelerators. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ വി യൂസ് ചേഞ്ചിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, that is either magnetic induction or oscillating radio frequency fields to accelerated particles. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് വെച്ചിട്ടാണ്, അതായത് ഓൾട്ടർനേറ്റിംഗ് റേഡിയോ ഫ്രീക്വൻസി, ഓസിലേറ്റിംഗ് റേഡിയോ ഫ്രീക്വൻസി ഫീൽഡ് വെച്ചിട്ടാണ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓവർ ആൻഡ് ഓവർ സെയിം ഫീൽഡ് വെച്ചിട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു റേഡിയോ ഫ്രീക്വൻസി, ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ വെക്കും, അതിനകത്ത് പാർട്ടിക്കിളിനെ പല പ്രാവശ്യം അതേ സെയിം ഫീൽഡിൽ ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് ഈ ഹൈ എനർജി അച്ചീവ് ചെയ്യുന്നത്. Since in these types the particles can pass through the same accelerating field multiple times, അതാണ് പറഞ്ഞത്, സെയിം ഫീൽഡ് കൂടെ they are passing multiple times, the output energy is not limited by the strength of the accelerating field. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ പോലും അതിൽ ഒരിക്കൽ ആക്സിലറേറ്റ് ചെയ്ത പാർട്ടിക്കിൾ സെയിം ഫീൽഡ് കൂടെ പിന്നെയും കടന്നു പോകും. അതപ്പോൾ ഒന്നുകൂടെ ആക്സിലറേറ്റ് ചെയ്യപ്പെടും, പിന്നെ എഗെയിൻ അത് അതേ ഫീൽഡ് കൂടെ പാസ് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് അത് ഒരേ ഫീൽഡ് കൂടെ കടന്നു പോയിട്ടാണ് ഫൈനൽ അതിൻ്റെ ആക്സിലറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മറ്റേ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ അത്ര വേണ്ട ആവശ്യമില്ല. അതാണ് അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഓർ ഇലക്ട്രോഡൈനാമിക് ഓസിലറേറ്റേഴ്സ് ഓവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഓസിലറേറ്റേഴ്സ്. നമ്മൾ പിന്നെ ഈ എങ്ങനെയാണ്, അതായത് ഒരു
പാർട്ടിക്കിളിനെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസസ് ആക്സിലറേറ്റേഴ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ട്രാവൽ ത്രൂ സം പാത്ത്. അപ്പോൾ ഈ പാത്ത് ലീനിയർ ആവാം അല്ലെങ്കിൽ സർക്കുലർ ആവാം. അതിനനുസരിച്ചിട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. There are two basic types of particle accelerators: linear accelerators and circular accelerators. In linear accelerators, the linear accelerators propel particles along a linear or straight beam line, whereas circular accelerators propel particles around a circular track. So linear accelerators are used for fixed target experiments, whereas circular accelerators can be used for both colliding beam and fixed target experiments. Now let us first consider a linear accelerator known as LINAC. LINAC. It is also known as LINAC. It is written like this. Linear accelerator. So it's a device that uses high energy electromagnetic waves to accelerate charged particles such as electrons to high energies through a linear tube. അതുകൊണ്ടാണ് ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പാത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. The electron trajectories are linear in the accelerator tube, hence the name linear accelerator. Okay. So now let us see how a linear particle accelerator works, or what is the working principle of a linear particle accelerator. The linear particle accelerator, in the linear particle accelerator, the energies of the charged particles are increased by a series of linear pulses arranged to give the ions an extra push at the right moment of time. This is a very simple structure of a linear particle accelerator. So the particle is produced from the source S and is passed towards a number of cylindrical tubes represented by C1, C2, C3, C4, etc. അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ ട്യൂബ്സ് ആർ കണക്റ്റഡ് ടു എ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഈ കണക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ട്യൂബ്സ് ആർ കണക്റ്റഡ് ടു ദ സെയിം പൊട്ടൻഷ്യൽ, ഹൈ പൊട്ടൻഷ്യൽ ഓർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. മറ്റത് ബാക്കിയുള്ള അതായത് C1, C3, C4 ഒക്കെ പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ്, ഈ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഒരു സൈഡിലേക്കാണ് കൊടുത്തതെങ്കിൽ C2, C4, C6 ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം C1 മുകളിലോട്ടാണ്, C3 മുകളിലോട്ടാണ്, C5 മുകളിലോട്ടാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് കൊടുക്കും ഈ പോസിറ്റീവ് ഈ പൊട്ടൻഷ്യലിൻ്റെ, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന റേഡിയോ ഫ്രീക്വൻസീൻ്റെ ഈ സൈഡിലേക്കാണ് ഇതിനെ കൊടുക്കുക. അതായത് C1, this is C1, this is C3, ഇതൊക്കെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. C1, C3, C5 എക്സെട്ര. ബാക്കിയുള്ളതോ C2, C4, C5 ഒക്കെ മറ്റേ സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ, ലെറ്റ് us suppose that this charged particle it is a positively charged particles. ഈ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ പാസിങ് ത്രൂ ദീസ് ട്യൂബ്സ്. അതെങ്ങനെയാണ് ആ ട്യൂബിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ലെറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈ ട്യൂബ് നെഗറ്റീവ് പൊട്ടൻഷ്യലാണെന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് ഇത് വരുന്ന ഈ ബീം വരുന്ന പാത്താണ് ഇവിടെ. അപ്പോൾ ഈ പോയിന്റിൻ്റെയും എൻ്റെയും C1ൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക്. അല്ല, എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഇങ്ങോട്ടായിരിക്കും. പിന്നെ അതേപോലെ C3യും ഇതേപോലെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തത് അല്ലേ. ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇത് കണക്ട് ചെയ്തത് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെയോ, ഇവിടെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലോട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ്, അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. Here the direction is like this. ഇങ്ങനെ പോവും. അപ്പം in the linear accelerator the energies of the charged particles are increased by a series of linear pulses arranged to give the ions an extra push at the right moment of time.
ഈ എക്സ്ട്രാ പുഷ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഗ്യാപ്പിലാണ് പുഷ് വരിക. കാരണം ഇവിടുന്ന് വരുന്ന പോസിറ്റീവ് ചാർജ് ഇവിടെ കൊടുക്കുന്ന നെഗറ്റീവ്, അതായത് ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്ത്, കാരണം നമ്മളെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പം ഈ C1 കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്ന രീതിയിലാണ്. അപ്പം എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യപ്പെടും, അതിന് പിടിച്ച് വലിക്കും. ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യലാണ്, ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കും. ഇനി ഈ ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ആ ഡിഫറൻസ് പൊട്ടൻഷ്യൽ കൊടുത്തത്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ്, അങ്ങനെയല്ലേ കൊടുത്തത്. പിന്നെയും ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, അങ്ങനെയാണ്. പക്ഷെ വിത്തിൻ ദ ട്യൂബ് എന്തായിരിക്കും, ഇറ്റ് ഇസ് ദ സെയിം പൊട്ടൻഷ്യൽ. സെയിം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ അതായത് ദിസ് പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഇറ്റ് വിൽ മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തുന്ന ഈ പോയിന്റിൽ ഇത് പുറത്തേക്ക് എമർജ് ചെയ്യാൻ നിൽക്കുമ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ദ ഫ്രീക്വൻസി, അതായത് ഈ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ആസ് സൂൺ ആസ് ദ പാർട്ടിക്കിൾ റീച്ച് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സിലിണ്ടേഴ്സ് ദ പൊളാരിറ്റി ഗെറ്റ് റിവേഴ്സ്ഡ്. അപ്പോൾ ഈ പൊളാരിറ്റി റിവേഴ്സ്ഡ് ആകുമ്പോൾ എന്താവും, ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഗ്യാപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇതെന്താവും, നെഗറ്റീവ് ആവും. അപ്പൊ ഈ നെഗറ്റീവ് ആവുമ്പോൾ പിന്നെ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ ഈ ഗ്യാപ്പിന്റെ അടുത്ത് എത്തുമ്പം ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഒരു ട്യൂബിൽ കൂടെ പാസ് ചെയ്തിട്ട് ആ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത്, അതായത് ചാർജ് പാർട്ടിക്കിൾ ഒരു ട്യൂബിൽ കൂടെ പാസ് ചെയ്തിട്ട് ഗ്യാപ്പിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൊളാരിറ്റി തിരിച്ചാവും. അപ്പൊ പൊളാരിറ്റി തിരിച്ചാവുമ്പോൾ എന്തുണ്ടാവും, നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആണ്. അപ്പൊ തിരിച്ചാവുക പറഞ്ഞാൽ ഈ പോസിറ്റീവ് ഉള്ള നെഗറ്റീവായിട്ട് മാറും. അപ്പൊ നെഗറ്റീവായിട്ട് മാറുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് പിന്നെ ഇങ്ങോട്ടേക്ക് പുഷ് കിട്ടും. പിന്നെ അടുത്ത ട്യൂബ് C2ലേക്ക് കടന്നു. C2ലേക്ക് കടന്നാൽ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. പിന്നെ C2 കടന്ന് C2 എമർജ് ചെയ്യാനാവുമ്പോൾ എന്തുണ്ടാവും, എമർജ് ചെയ്യാനാവുമ്പം പിന്നെയും പൊളാരിറ്റി റിവേഴ്സ്ഡ് ആവും. ഫ്രീക്വൻസി ഓസിലേറ്റർ ഇത് ഫിക്സഡ് ഫ്രീക്വൻസിയാണ് RF ഓസിലേറ്ററിന്റെ. അപ്പൊ എന്തുണ്ടാവും, പിന്നെയും പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ട് ഈ നെഗറ്റീവ് എന്തായിരിക്കും, അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുക. അത് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാറുണ്ട്, ഇത് നെഗറ്റീവ് ആവും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഈ ലെങ്ത് ഓഫ് ദ ട്യൂബ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നീളം കൂട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം എന്തിനാന്ന് വെച്ചാൽ ഇത് വരുന്ന വെലോസിറ്റി ഇപ്പം ആദ്യത്തെ ട്യൂബിലേക്ക് കടക്കുമ്പോഴുള്ള വെലോസിറ്റി ആയിരിക്കില്ല രണ്ടാമത്തെ C2ലേക്ക് കടക്കുക. ആദ്യത്തെ ട്യൂബിലേക്ക് കടക്കുമ്പം ആദ്യത്തെ ഒരു പുഷ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു പുഷ് കിട്ടുമ്പോൾ അതിനൊരു വെലോസിറ്റി കിട്ടും. പക്ഷേ രണ്ടാമത്തെ ട്യൂബിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ അതിനെ പിന്നെ ഇത് പിടിച്ച് വലിക്കുകയാണ്, ഫീൽഡ് പിടിച്ച് വലിക്കുക. അപ്പോൾ ഒരു പുഷ് കൂടെ കിട്ടും. അപ്പോൾ വെലോസിറ്റി പിന്നെയും കൂടും. സ്പീഡ് കൂടുമ്പം എന്തുണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം കുറയും. പക്ഷെ സമയം കുറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഈ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഫിക്സഡ് ആണ്. അതായത് ടൈം പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഓഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പൊളാരിറ്റി, ഇതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ ആവാൻ എടുക്കുന്ന സമയമാണ് T. ഹാഫ് ഓഫ് ടൈം പീരീഡ് കൊണ്ടാണ് T/2 ആകുമ്പോഴാണ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പേ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ ഈ T/2, അതായത് ഈ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ നമുക്കൊരു 10 സെക്കൻഡാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആദ്യത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പം ഇവിടെ എത്തി C1 കടന്നു കഴിയുമ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ കടന്ന് C1 കൂടെ പാസ് ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ എത്തുന്നത്. ആ സമയം പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. അപ്പൊ C2ലേക്ക് അട്രാക്റ്റഡ് ആയി. C2ന്റെ പക്ഷെ നീളം കൂടുതലുണ്ട്, നീളം കൂടുതലില്ല, സെയിം ലെങ്ത് ആണെന്ന് വിചാരിച്ചോളൂ. C2ന്റെ ലെങ്ത് C1ന്റെ അതേ നീളാന്ന് വിചാരിച്ചോളൂ. പക്ഷെ C2ലേക്ക് പാസ് ചെയ്യുന്നത് കൂടുതൽ സ്പീഡിലാണ്. കാരണം ആദ്യത്തെ ഒരു പുഷ് കടന്നു, രണ്ടാമതൊരു പുഷ് കൂടെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടും. അപ്പൊ കുറച്ചുകൂടെ സ്പീഡ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതേ C1ന്റെ അതേ നീളാണെങ്കിൽ അത് പാസ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പാസ് ചെയ്യും. അപ്പൊ ഒരു 8 സെക്കൻഡ് കൊണ്ട് അടുത്ത ഗ്യാപ്പിലെത്തും. പക്ഷെ നമ്മളെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ എന്ത് വേണം, 10 സെക്കൻഡ് വേണം. അപ്പൊ അവിടെ ഒരു മിസ്മാച്ച് വരും. അപ്പം ഈ ആക്സിലറേഷൻ പ്രോപ്പർ ആവില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ കൊയാക്സിലായിട്ടുള്ള ഈ ട്യൂബിന്റെ നീളവും കൂട്ടിക്കൊണ്ടിരിക്കണം. കാരണം വെലോസിറ്റി കൂടുമ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള ദൂരം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടൈം ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ C1ന്റെ നീളത്തിനെക്കാട്ടും കൂടുതലാണ് C2ന്റെ നീളം, അതിനെക്കാട്ടും കൂടുതലാണ് C3, അതിനെക്കാട്ടും കൂടുതലാണ് C4, C5, C6. അങ്ങനെയാണ് നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. So the accelerating tubes or drift tubes are narrow cylinders connected alternatively to a source of high frequency potential. Thus, when cylinders 1, 3, 5 are positive, the cylinders 2, 4, 6, etc. are negative, and reversal of the potential takes place periodically according to the frequency.
The positive ions are generated at S. നമ്മൾ പറഞ്ഞ ഈ പോയിന്റിൽ പോസിറ്റീവ് അയോൺസ് ആർ ജനറേറ്റഡ് അറ്റ് എസ് ആൻഡ് പാസ് ത്രൂ ദ സിലിണ്ടർ C1 ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ C1 ആൻഡ് C2. അപ്പോൾ ആദ്യം C1 അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ C1ലോട്ട് കയറും. ആൻഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ C1 ഇറ്റ് വിൽ റീച്ച് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ C1 ആൻഡ് C2 വേർ ദ പൊട്ടൻഷ്യൽ ഇസ് സച്ച് ദാറ്റ് ദ പോസിറ്റീവ് അയോൺ ഇസ് ആക്സിലറേറ്റഡ് ഇൻ ദ ഗ്യാപ്പ് ഇൻ ടു C2. അപ്പം അത് C2ന്റെ ഗ്യാപ്പിലേക്ക് ആക്സിലറേറ്റഡ് ആവാനുള്ള രീതിയിലാവണം പൊട്ടൻഷ്യൽ. അപ്പം എന്തായിരിക്കണം പൊട്ടൻഷ്യൽ? അങ്ങനെ ആവാനുള്ള കണ്ടീഷൻ ഈ RF ഫ്രീക്വൻസിന്റെ പൊളാരിറ്റി മാറണം. അതായത് ഈ അയോണ് C1 കൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആവണം? ഈ ഫ്രീക്വൻസിന്റെ RF പൊട്ടൻഷ്യലിന്റെ ടൈം പീരീഡിന് പകുതിക്ക് ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ പൊളാരിറ്റി മാറുള്ളൂ. സോ വേർ ദ പൊട്ടൻഷ്യൽ സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യലിന്റെ ടൈം പീരീഡിന്റെ ഹാഫ് T/2 ഷുഡ് ബി ഈക്വൽ ടു ദ ടൈം ടേക്കൺ ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ടു റീച്ച് ദ ഗ്യാപ്പ് ആയിരിക്കണം. So that it is accelerated into the gap C2 where it travels with a constant velocity to the gap between C2 and C3. Here the acceleration process is repeated. Okay, അത് ഞാനൊരു വീഡിയോ അനിമേഷൻ വീഡിയോ കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള. ഇതാണ് നമ്മുടെ ഈ ട്യൂബിന്റെ മറ്റേ ഡയഗ്രാം ക്ലിയർ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സപ്ലൈ ആണ്. ചാർജ് പാർട്ടിക്കിൾ വരുന്നു. ആദ്യം ഈ സിലിണ്ടർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് വരുന്നതെങ്കിൽ ഇതിപ്പം നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് അട്രാക്റ്റഡ് ആയി. അപ്പോൾ ഇതിൽ കൂടെ സെയിം കോൺസ്റ്റന്റ് സ്പീഡിലാണ് അത് മൂവ് ചെയ്യുക, കാരണം അവിടെ സെയിം പൊട്ടൻഷ്യലാണ്. പിന്നെ ഈ ഗ്യാപ്പിലേക്ക് വരുമ്പം അപ്പം ഈ ഒരു ഇൻസ്റ്റന്റിൽ, അതായത് ആദ്യത്തെ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഈ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ എത്തുന്ന സമയത്ത് പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ട് എന്താവും? ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്സിലറേറ്റഡ് ആവും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ വീഡിയോ ഇതാണ് എൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ. അപ്പോൾ നോക്കിയറിയാം ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ പോസിറ്റീവ് പാർട്ടിക്കിളാണ്, ഈ കേസിൽ പോസിറ്റീവ് പാർട്ടിക്കിളിന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് പാർട്ടിക്കിൾ അത് നെഗറ്റീവിലേക്കാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവിലേക്ക് വരുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഇതാണ് നെഗറ്റീവ്. അപ്പോൾ എനിക്ക് ആ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇല്ല, ഈ ഒരു വീഡിയോ ഉണ്ടായി പൊളാരിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇവിടെ എത്തുന്ന സമയത്ത് ഇത് നെഗറ്റീവാണ്, പിന്നെ പാർട്ടിക്കിൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി എന്താണ്? The length of the cylinders have to be adjusted so that the time taken within the cylinder is just half the period. That is, the ion always enters the potential field on leaving any one cylinder just as the potential is changing favorably. Since the ions are constantly increasing their velocities, successive cylinders have to be longer and longer. കാരണം കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് വെലോസിറ്റിയോട് കൂടിയാണ് ഓരോ ട്യൂബിലേക്കും കടക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എത്താൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തേക്ക് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അപ്പം നമുക്കുള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ ആക്സിലറേഷൻ ഓരോ പ്രാവശ്യം ആക്സിലറേഷൻ നടക്കണമെങ്കിൽ ഈ അയോൺ ഒരു ട്യൂബിൽ കൂടെ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഹാഫ് ഓഫ് ദ ടൈം പീരീഡിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ വെലോസിറ്റി കൂടുമ്പം സമയം കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടണം. അതുകൊണ്ടാണ് പറയുന്നത് സക്സസീവ് സിലിണ്ടേഴ്സ് ഹാവ് ടു ബി ലോങ്ങർ ആൻഡ് ലോങ്ങർ. ദ ഫ്രീക്വൻസീസ് റിക്വയർഡ് ഫോർ പ്രോട്ടോൺസ് ആർ മച്ച് ഹയർ ദാൻ ഫോർ heavy ions, and it is now possible to accelerate protons up to about 50 MeV. The separation between the gap is governed by the applied high frequency field and the gap velocity of the ions. If it is the distance traveled L, അതായത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബിന്റെ ലെങ്ത് അല്ലേ വരിക. ഇപ്പൊ ട്യൂബുകൾ നമ്മുടെ ട്യൂബ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്യൂബ് ഉണ്ടാവും, ഇതൊരു ട്യൂബ്,
കുറച്ചുകൂടെ നീളമുള്ള അടുത്ത ട്യൂബ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഗ്യാപ്പ് G1 ആണെങ്കിൽ ഇത് അടുത്ത ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ് G2. അപ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ ട്യൂബ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്യൂബ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഓഫ് ദ ട്യൂബ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻറ്റു ഏത് ടൈമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ എടുക്കുന്നത്? T/2 ആണ്. അത് ഫിക്സഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു T/2 ദാറ്റ് ഇസ് ഈക്വൽ T എന്ന് പറയുകയാണെങ്കിൽ 1/f. സോ ദിസ് ഇസ് ഈക്വൽ ടു V/2f where V is the instantaneous velocity of the ions and f is the frequency of the applied field. Thus, drift tubes of a few centimeters long require oscillating fields with frequencies of the order of hundreds of megacycles. The maximum gain of energy at each gap is V into E, where V is the potential difference across the gap. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ അതായത് നമ്മളിപ്പം ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സപ്പോസ് ഇറ്റ് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് ഇതാണെന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ചെയ്യുന്ന വർക്കാണല്ലോ വർക്ക് എന്ന് പറയുന്നത് എന്താ വരിക? ദ വർക്ക് ഡൺ, അതായത് നമ്മുടെ ഒരു ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഈ പൊട്ടൻഷ്യൽ നമ്മുടെ പോസിറ്റീവ് പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്ക് അതിനെ പിടിച്ചു വലിക്കും. അപ്പം ആ പൊട്ടൻഷ്യൽ ചെയ്യുന്ന വർക്ക് നമുക്ക് എങ്ങനെ കാണാം? വർക്ക് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ആണ്. ലെറ്റ് V0 ബി ദ പൊട്ടൻഷ്യൽ, Q ഇൻറ്റു V0 എന്ന് എഴുതാം. ഇനി ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻറ്റു ഇറ്റ്സ് ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്യാപ്പിൽ കൂടെ മാത്രമാണ് ആക്സിലറേഷൻ വരുന്നത് അല്ലേ? ഇവിടെ ട്യൂബ് ഉണ്ട്, ഫസ്റ്റ് ട്യൂബ് ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ സെക്കൻഡ് ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിന്റെ ഉള്ളിൽ ആക്സിലറേഷൻ സംഭവിക്കുന്നില്ല, കാരണം അത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യലിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് കൊടുത്താൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, സെയിം പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ നടക്കുന്നില്ല. അപ്പോൾ ആക്സിലറേഷൻ നടക്കുന്നത് ഈ ഗ്യാപ്പ് മാത്രമാണ്. അപ്പോൾ ഈ ഗ്യാപ്പിന്റെ ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കുക. അപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിൽ കൂടെ ചാർജ്ഡ് പാർട്ടിക്കിളിനെ പൊട്ടൻഷ്യലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മാസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻറ്റു ഡിസ്റ്റൻസ് D is equal to Q ഇൻറ്റു V0. ഫ്രം ദിസ് ആക്സിലറേഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് വരും? Q ഇൻറ്റു V0 ഡിവൈഡഡ് ബൈ M എന്ന് എഴുതാം. ഇതാണ് ആക്സിലറേഷൻ. ഇനി നമുക്ക് എന്ത് എഴുതാം? This is the acceleration. അപ്പോൾ ഫൈനൽ വെലോസിറ്റി, ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി, ലെറ്റ് us take the initial velocity as V1. അപ്പം ഫൈനൽ വെലോസിറ്റി കാണുന്ന എന്ത് ചെയ്താൽ മതി? ഒരു ഗ്യാപ്പിൽ കൂടെ പോകുമ്പോൾ ഈ ഗ്യാപ്പിലേക്ക് കടക്കുമ്പോഴുള്ള ഇനിഷ്യൽ വെലോസിറ്റിക്ക് ഞാൻ V1 എന്ന് കൊടുക്കുന്നു. ആക്സിലറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വെലോസിറ്റി V2 ആവും. ഈ V2 എങ്ങനെ കാണാം? V2 നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് കാണാം. V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു V1 സ്ക്വയർ പ്ലസ് 2AS. That is V2 square is equal to V1 square plus 2 into Q V0 by M into D ഉണ്ട് അല്ലേ? സോറി, Q V0 എക്ക് Q V0 by MD കൊടുത്തു ഇൻറ്റു S. ഇത്രയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, D ആണ്. അപ്പോൾ V2 square is equal to V1 square plus V1 square plus 2Q V0 divided by M. ഇനി ഇതാണ് നമുക്ക് ഓരോ സ്റ്റേജിലുള്ള ഫൈനൽ വെലോസിറ്റി കാണാം. അതിന്റെ തൊട്ട് മുമ്പുള്ള വെലോസിറ്റി V1 ആണെങ്കിൽ V2 സ്ക്വയർ is equal to V1 സ്ക്വയർ പ്ലസ് 2Q V0 by M എന്ന് കാണാം. ഇനി ഓരോ സമയത്ത് ആദ്യത്തെ ഗ്യാപ്പ് നമുക്കിപ്പോൾ ലെറ്റസ് ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പോൾ V1 റെപ്രസെന്റ് ചെയ്യുക, ഫൈനൽ വെലോസിറ്റി V2 എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് V1 ആണെന്ന് വിചാരിച്ചോളൂ. V1 is equal to 0 എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ V2 എന്ത് വരും? V2 is equal to 0 പ്ലസ് 2Q V0 by M. അതിന്റെ റൂട്ട് ഇത് V2 സ്ക്വയർ ആണ്. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് വരുമ്പോഴോ ഇനീഷ്യൽ വെലോസിറ്റി എന്താ വരിക? 2Q V0 by M ന്റെ റൂട്ട് വരും അല്ലേ? അപ്പം അതിന്റെ ഫൈനൽ വെലോസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? V3 സ്ക്വയർ is equal to V2 സ്ക്വയർ പ്ലസ് 2Q V0 by M അല്ലേ? അപ്പോൾ V2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിന്റെ സ്ക്വയർ 2Q V0 by M പ്ലസ് 2Q V0 by M, ദാറ്റ് ഇസ് 4Q V0 by M. അപ്പം
ആദ്യത്തെ ഗ്യാപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി √2qv0/m. ഈ രണ്ടാമത്തെ ഗ്യാപ്പിലേക്ക് കടക്കുന്ന സമയത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി v1 ഇതായിരിക്കും. അവിടുന്ന് ആ ഗ്യാപ്പിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ വെലോസിറ്റി എത്രയായിട്ടുണ്ടാവും? 4qv0/m ന്റെ റൂട്ട്. അടുത്തത് അതേപോലെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 4qv0/m ന്റെ റൂട്ട്. അന്ന് കടന്നു കഴിയുമ്പോഴത്തേക്ക് എന്താവും? ഇതിന്റെ സ്ക്വയർ. അപ്പൊ 4qv0/m പ്ലസ് 2qv0/m. അപ്പൊ 6 അല്ലെ, 6qv0/m ഇങ്ങനെ പോകും. നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. ആദ്യത്തെ ഗ്യാപ്പിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എങ്ങനെ കാണാം? 12mv² അല്ലെ. അപ്പം 12m into v² is 2qv0/m. So this is equal to qv0. ഫസ്റ്റ് ഗ്യാപ്പിൽ കൂടെ പോകുമ്പോൾ. രണ്ടാമത്തെ ഗ്യാപ്പിൽ കൂടെ പോകുമ്പോഴോ 12m v² എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗ്യാപ്പിലേക്ക് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയും മാറി? ഇതായിട്ട് മാറി. അപ്പം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12m into 4qv0/m. So this is equal to 2qv0. ഈ മൂന്നാമത്തെ ഗ്യാപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന്റെ കൈനറ്റിക് എനർജി എത്രയുണ്ടാവും? 12mv² എങ്ങനെ കാണാം? ഈക്വൽ ടു 12m into v എന്ന് പറഞ്ഞാൽ 6qv0/m അല്ലെ, റൂട്ട് ഓഫ്. അപ്പം v² എടുക്കുമ്പോൾ 6qv0/m. സോ ദിസ് ഇസ് ഈക്വൽ ടു 3qv0. അങ്ങനെ n സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ, n ഗ്യാപ്സ് ഉണ്ടെങ്കിൽ, ദ ഫൈനൽ വെലോസിറ്റി അച്ചീവ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആഫ്റ്റർ പാസിംഗ് ത്രൂ n ഗ്യാപ്സ് എന്ത് വരും? ഫൈനൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു nqv0 കിട്ടും. Where n is the total number of gaps, q is the charge of the particle, and v0 is the constant potential difference applied. അല്ലേ, ആ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ v0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫൈനൽ വെലോസിറ്റി അച്ചീവ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ എ ലീനിയർ ആക്സിലറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. Hope it is clear. Okay, thank you.